മകളെ ചിലപ്പം സംഗതി ഒത്തിരി ബോറായിരിക്കും. ഈ പ്രീതം, കൊയെ, ഫിബിൻ, ഡാനിഷ് ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത് എന്ന് ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും. ആക്ച്വലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. ഒരുപാട് മേഖലകൾ ചെയ്യണം. അബ്സല്യൂട്ട്ലി ഈ ഫുട്ബോളിന്റെ ഓർക്കസ്ട്ര നിയന്ത്രിക്കുന്ന ആ ഒരു ചീഫ് മ്യൂസീഷ്യൻ ആയിരിക്കും നമ്മുടെ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ. അയാൾക്ക് ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്. എതിരാളികളുടെ പാസിംഗ് ഓപ്ഷനുകളെ കട്ട് ചെയ്യണം, ഇന്റർസെപ്ഷനുകൾ നടത്തണം, പിന്നെ മത്സരത്തിന്റെ ടെമ്പോ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണം, ടീമിന് മുന്നിലേക്ക് ക്രിയേറ്റീവായിട്ട് പാസുകൾ നൽകണം, സ്പേസ് ഈറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പലർക്കും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിവിധ മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും മിഡ്ഫീൽഡർമാരുടെ ജോലിയെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ കണ്ടില്ലേ റിയൽ മാഡ്രിഡ് ക്ലബ് ഉണ്ടല്ലോ, റിയൽ മാഡ്രിഡ് ക്ലബിന്റെ ഒരു ട്രാൻസിഷണൽ ഫേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ യൂറോപ്പ് അടക്കി ഭരിക്കുന്ന സമയത്ത് അവർക്ക് 3 മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു. ആ 3 മിഡ്ഫീൽഡേഴ്സ് ഓരോ കാര്യങ്ങളിലും കേവന്മാരായിരുന്നു. ഒരു പ്ലേ മേക്കർ എന്ന നിലയിൽ ലൂക്ക മോഡ്രിച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിസ്ട്രോയർ എന്ന നിലയിൽ ഒരു പ്ലേ മേക്കർക്കിടയിൽ വേണ്ട ഒരു ക്വാളിറ്റിയിൽ ഒന്നാണ്. ഇപ്പൊ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫ്രെഡിനെ പലരും പലതിന്റെയും പേരിൽ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ അബ്സല്യൂട്ട്ലി ഹീസ് എ പെർഫെക്റ്റ് ഡിസ്ട്രോയർ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം കസ്റ്റമറോ ഒരു കിഡിലൻ ഡിസ്ട്രോയർ ആണ്. പിന്നെ ക്രൂസ് ക്വാർട്ടർ ബാക്ക് എന്ന് പറയും. ക്വാർട്ടർ ബാക്കിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിപിൻ മോഹനൊക്കെ ഇപ്പൊ ചെയ്യത്തില്ലേ, നല്ല അളന്ന് മുറിച്ച് നല്ല കിഡിലൻ പാസുകൾ അങ്ങോട്ട് കൊടുക്കും. അതിപ്പം അഹമ്മദ് ജാഹു ഒക്കെ ഏകദേശം ഒരു പെർഫെക്റ്റ് പാക്കാണ്. പുള്ളി മത്സരത്തിന്റെ ടെമ്പോ നിയന്ത്രിക്കും, സ്പേസ് വേണമെങ്കിൽ ഈറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതുപോലുള്ള നല്ല പെനട്രേറ്റിംഗ് പാസുകൾ എതിരാളികളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് നൽകുന്നു. അവിടെ ആ പാസ് നൽകാനുള്ള പരിപാടി ക്രൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ക്രൂസ്, കസിമിറോ, മോഡ്രിക് ഒരു മിഡ്ഫീൽഡേഴ്സിന്റെ 3 ഐഡിയൽ ക്വാളിറ്റീസിലും എക്സ്പേർട്ട് ആയിട്ടുള്ള 3 പേരുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. പ്രധാനമായിട്ടും ഒരു മിഡ്ഫീൽഡേഴ്സിന്റെ ജോലികൾ നമ്മൾ വിശദീകരിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ആദ്യം ആങ്കർ റോൾ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഈ ആങ്കർ റോൾ ചെയ്യുന്നതിനകത്ത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ബുസ്കിറ്റ്സ്, ബാഴ്സലോണയുടെ സെർജിയോ ബുസ്കിറ്റ്സിനെയൊക്കെ പറയാം. ആങ്കറുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ മത്സരത്തിന്റെ ടെമ്പോ അങ്ങോട്ട് നിയന്ത്രിക്കുക. യഥാർത്ഥത്തിൽ ഓർക്കസ്ട്ര മാൻ ഇങ്ങനെയായിരിക്കും. മത്സരത്തിന്റെ വേഗത എപ്പോൾ കൂട്ടണം, എപ്പോൾ കുറയ്ക്കണം, മത്സരത്തിന്റെ പേസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം. പക്ഷേ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നമ്മൾ അവരിൽ കാണുന്നതായിട്ട് തോന്നുന്നില്ല. അബ്സല്യൂട്ട്ലി ഇങ്ങനെയുള്ള പ്ലേ മേക്കർമാർ അവര് കളിക്കുന്നത് അധികം ആരും കാണാറില്ല. നമ്മൾ കളി നോക്കുമ്പോൾ അവരുടെ കളി കാണത്തില്ല, പക്ഷെ അവരുടെ കളി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മത്സരം മുഴുവൻ കാണാൻ പറ്റും. അത്തരത്തിൽ ക്വാളിറ്റി ഉള്ളവരാണ് ഈ ആങ്കേഴ്സ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി മത്സരത്തിന്റെ ടെമ്പോ നിയന്ത്രിക്കുന്ന ജോലി ആങ്കേഴ്സിനാണുള്ളത്. പിന്നെ ഷട്ട്ലേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ ഷട്ട്ലേഴ്സ് എന്ന് പറയുന്ന ആളുകളെ സ്പേസ് ഈറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഡാനിഷ് ഫുറുക്കൊക്കെ ഏകദേശം അതിനോട് താതാമ്യപ്പെടുന്ന തരത്തിലുള്ള പ്രകടനമുണ്ട്. കാരണം അവർക്ക് അസാമാന്യമായിട്ടുള്ള സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വേണം. അവർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടി ചന്തയ്ക്ക് പോയ പോലെ നടന്ന് ഓടുന്നതായിട്ട് തോന്നും. പക്ഷേ ഇവർ ഓടുന്നതിന്റെ ഇടയിൽ അവർ എത്രത്തോളം ഏരിയ കൈകാര്യം ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം ഏരിയ കവർ ചെയ്യുന്നുണ്ട്, അത്രമാത്രം ഈ മേഖലകളിൽ അവർ അപകട ഭീതി വിതയ്ക്കുന്നുണ്ട്. അപ്പം ഈ അവരുടെ വിഹാര മേഖലകളിൽ എതിരാളികൾക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ഷട്ട്ലേഴ്സ് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾ പ്രശംസിക്കപ്പെടുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡിസ്ട്രോയേഴ്സ് എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ നമ്മുടെ ജീക്സനൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ആബ്സല്യൂട്ട്ലി ഡിസ്ട്രോയിങ്, കിഡിലൻ ഇന്റർസെപ്ഷനുകൾ. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സെന്റർ ബാക്ക് ആയിട്ടാണ് നമ്മുടെ പ്രീതം കോട്ടാലെ കളിക്കുന്നതെങ്കിൽ പോലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ജോലി വളരെ ഭംഗിയായിട്ട് പ്രീതം ചെയ്യുന്നുണ്ട്. ഒരു കിടലൻ ഡിസ്ട്രോയർ ആണ് പ്രീതം. ഇടയ്ക്ക് മുന്നിലേക്ക് കയറി വന്ന് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഗോളിന്റെ പ്രീ അസിസ്റ്റ് നൽകിയത് പ്രീതമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പ്രീതം സെന്റർ ബാക്ക് ആണോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണോ എന്ന്. ഓക്കെ, പ്രീതം ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ ഒരു സ്റ്റാറ്റ് ഡിസ്കസ് ചെയ്യാൻ പോയിട്ടാണ് അങ്ങോട്ട് പോയത്. ഡിസ്ട്രോയറുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ ആക്രമണത്തിന്റെ മുനയൊടിക്കുക, അവിടെ നല്ല ഒടിക്കുന്നതിനോടൊപ്പം തന്നെ അത് സ്വന്തം ടീമിന്റെ ആക്രമണങ്ങൾക്കുള്ള വഴിമരുന്നായിട്ട് വരിക എന്ന് വെച്ചാൽ ഇവർ ചാനലൈസ് ചെയ്തുകൊണ്ടിരുന്ന പന്തിനെ പെട്ടെന്ന് പിടിച്ചെടുത്ത് നമ്മുടെ താരങ്ങൾക്ക് മറിച്ചു കൊടുക്കുക, അവിടെ നിന്ന് അറ്റാക്ക് പോകുക. ഇതൊക്കെയാണ് ഡിസ്ട്രോയേഴ്സിന്റെ പരിപാടി. പിന്നെ നമ്മുടെ ക്വാർട്ടർ ബാക്സിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂസ് ഒക്കെ ചെയ്യുന്ന പരിപാടി, നമ്മുടെ കിടിലൻ സാധനം കൊടുക്കും, അളന്ന് മുറിച്ച് പാസ് കൊടുക്കാനുള്ള പരിപാടി. അവർ യഥാർത്ഥത്തിലാണ് പിന്നിലേക്ക് വരുന്ന അല്ലെങ്കിൽ എതിരാളികളുടെ ആക്രമണത്തിന് ഒരു പെർഫെക്റ്റ് ആയിട്ട് എതിർ പ്രതിരോധങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് കബളിപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ പന്തുമായിട്ട് തട്ടിക്കളിച്ച് നിന്ന ശേഷം ഒരു കിടിലൻ സാധനം ഫ്രണ്ടിലേക്ക് വിടും. അപ്പം അങ്ങനെ എതിരാളികളുടെ ഡിഫൻസീവ് ലൈനെ തന്ത്രപരമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന ആളുകളാണ് ക്വാർട്ടർ ബാക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള ക്വാളിറ്റി ഉള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത്തരത്തിൽ ഒരു പെർഫെക്റ്റ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ റെയറസ്റ്റ് ഇൻ ദ കേസാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ കൊയേഫ് ഏകദേശം ഒരു ഡിസ്ട്രോയറുടെ പരിപാടി ചെയ്യുന്നുണ്ട്. പ്രീതം ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. ഡാനിഷിനെ നോക്കുകയാണെങ്കിൽ ഡാനിഷ് ആ സ്പേസ് ഈറ്റിംഗ് പരിപാടി, ഷട്ട്ലർ പരിപാടി ഡാനിഷ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാനിഷിന്റെ കളി നോക്കുമ്പോൾ ഡാനിഷ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ഡാനിഷ് പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഓടുമ്പോൾ എതിരാളികൾക്കുള്ള സ്വസ്ഥതയാണ് നഷ്ടപ്പെടുന്നത്. അത് പക്ഷേ ഡാനിഷിന്റെ ചില റണ്ണുകൾ നമുക്കും വികാരമായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെയാണ് ആബ്സല്യൂട്ട്ലി. പിന്നെ പ്രീതം നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇത്തവണത്തെ ഇന്റർസെപ്ഷനുകളുടെ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുന്ന പ്രീതം കോട്ടാലിന് 10 ഇന്റർസെപ്ഷനുണ്ട്, മിനോസ് നിഗിച്ചിന് 9 എണ്ണം ഉണ്ട്, പിന്നെ നവോച്ച സിംഗിന് 8 എണ്ണം ഉണ്ട്. പിന്നെ മറ്റ് ടീമുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്റർസെപ്ഷനുകൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കിടയിലാണ്. സോ നമ്മുടെ മധ്യനിര ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ ഒരു അതിഭാവുകത്വം നമ്മളവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പിന്നെ ചെയ്യാം. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇന്റർസെപ്ഷനുകളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീക്സന് ശേഷം ഇല്ല. ജീക്സൺ പോയതോടുകൂടിയല്ല, ഇവാൻ കുലിഷിനിക്ക് ശേഷം ഇല്ല എങ്കിൽ പോലും പല ആളുകളും ഇവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ജോലി ചെയ്യുന്നുണ്ട്. കൊയേഫ് ആ ജോലി ചെയ്യുന്നുണ്ട്.
ചില സമയത്ത് നവോച്ച പോലും ആ സൈഡിലേക്ക് ഇറങ്ങി കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മളുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ വിപിൻ മോഹനൻ കളിക്കുന്നുണ്ട്, കൊയേഫ് കളിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള ജോലികളുണ്ട്. പ്രീതം മുന്നിലേക്ക് വന്ന് അത്തരത്തിലുള്ള പരിപാടികൾ കളിക്കുന്നുണ്ട്. അബ്സല്യൂട്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ അയാൾ അറ്റാക്കർ ആയിരിക്കണം, ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരിക്കണം, ഡിഫൻഡർ ആയിരിക്കണം, എല്ലാം ആവണം. നമുക്ക് അത്യാവശ്യം നമ്മുടെ മിഡ്ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്കങ്ങോട്ട് കാര്യമായിട്ട് വിസിബിൾ ആവുന്നില്ലെന്നേ ഉള്ളൂ. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം.